ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് KRLCC ജനറൽ അസംബ്ലിയുടെ 47-ാം സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സർക്കാരിൻ്റെ നയപ്രഖ്യാപനത്തിലും ബജറ്റ് അവതരണത്തിലും പരാമർശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ യോഗം വിളിക്കുകയും മുൻഗണന നിശ്ചയിച്ച് ശുപാർശകൾ നടപ്പിലാക്കണം എന്നുമൊക്കെയാണ് ഇപ്പോൾ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് KRLCC ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ ജിജു ജോർജ് ഫാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, സർക്കാർ ഒരു അവഗണന കാണിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വളരെ പ്രതീക്ഷയോടെ 3 വർഷത്തിലധികമായി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഉറ്റുനോക്കുകയാണ്. പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ തീർച്ചയായും ഇതിൽ സമയബന്ധിതമായി പ്രത്യേകിച്ച് കൃത്യമായി അതിനകത്ത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ എണ്ണമിട്ട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ നടപ്പിലാക്കും എന്നുള്ള പൊതു ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലാതെ ഏതൊക്കെ പദ്ധതികൾ ഏത് സമയത്ത് എന്ന് കൃത്യമായി നിജപ്പെടുത്തി പറഞ്ഞിട്ടില്ല. അത് പറയുവാനുള്ള ആർജവം പ്രത്യേകിച്ച് സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് തീരദേശ മേഖലയുടെ അവികസിതമായ അവസ്ഥ, വിദ്യാഭ്യാസപരമായ സാമൂഹികമായ പിന്നാക്കാവസ്ഥ കമ്മീഷൻ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ മിഷൻ സമുദ്ര പോലെയുള്ള വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴും അതിനുവേണ്ടിയുള്ള കൂടിയാലോചനകളും തിടുക്കത്തിലുള്ള നടപടികളും ഉണ്ടാകുമ്പോൾ ദീർഘകാലങ്ങളായി ഈ തീരദേശത്തെ ജനതയുടെ വിദ്യാഭ്യാസപരമായ സാമൂഹിക സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയ്ക്ക് വേണ്ടി അടിയന്തരമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഒരുതരം ലാഘവവും പുതിയ പദ്ധതികളിൽ വലിയ കോടിക്കണക്കിന് പദ്ധതികളുടെ തിടുക്കത്തിലുള്ള നടപടികളും ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ തത്വരമായ നടപടികൾ ഉണ്ടാകുന്നില്ല? വർഷം 3 കഴിഞ്ഞിട്ടും അത് നടപ്പിലാക്കാൻ എന്തുകൊണ്ടാണ് അമാന്തമെന്ന് KRLCCയുടെ 47-ാമത് ജനറൽ അസംബ്ലി കൊച്ചിയിൽ ആൽഫ പാസ്റ്ററൽ സെന്ററിൽ സമ്മേളിക്കുകയുണ്ടായി. അതിനു മുന്നോടിയായി കേരളത്തിലെ 12 റോമൻ കത്തോലിക്ക രൂപതകളിലെ 16 പിതാക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഈ വിഷയത്തിൽ ഗൗരവമായ വിചിന്തനം നടത്തുകയും പിന്നീട് വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കേരളത്തിലെ 12 രൂപതകളിൽ നിന്നുള്ള 216 പ്രതിനിധികൾ പങ്കുചേർന്ന് ഈ വിഷയത്തിൽ ഗൗരവമായ ഇടപെടലുണ്ടാകണം. മിഷൻ സമുദ്രയല്ല അടിയന്തരമായ കാര്യം. അത്തരം പദ്ധതികളുടെ വിശദമായ വിവരങ്ങൾ അനുബന്ധ വ്യക്തികളുമായി കൂടിയാലോചിച്ച് ഇതിന്റെ DPR വിവരങ്ങൾ പുറത്തുവിടുകയും തീരദേശ മേഖലയിലെ ജനങ്ങളുമായി കൂടിയാലോചിച്ച് ആ ജനത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം തീരദേശത്തെ ഏത് പദ്ധതികളുമെന്നും യോഗം വിലയിരുത്തും. അപ്പോൾ ഇത്തരം പദ്ധതികളിൽ വലിയ തിടുക്കം കാണുകയും 3 വർഷമായിട്ടും ഈ പ്രവർത്തനങ്ങളിൽ ഈ ജനതയുടെ വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളിൽ നടപടികൾ ചെറിയ സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. ഫാദറുമായിട്ടുള്ള നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. നമുക്ക് അല്പസമയത്തിന് ശേഷം ഫാദറിലേക്ക് പോകാം. നമുക്ക് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് ഫാദർ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് കേൾക്കാം. എന്നാ പറഞ്ഞോളൂ, തുടർന്നോളൂ. ഓക്കെ. അപ്പോൾ ഈ JB കോശി കമ്മീഷൻ അടിയന്തരമായി റിപ്പോർട്ട് ലഭിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും ഈ കാര്യങ്ങളിൽ കൃത്യമായ നടപടി കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉടൻ സത്വരമായ നടപടികൾ ഉണ്ടാകും എന്ന വാഗ്ദാനം ലഭിച്ചു. തിരഞ്ഞെടുപ്പ് വന്നു, പുതിയ ഗവൺമെന്റ് വന്നു. ഏറെ പ്രതീക്ഷയോടാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഈ റിപ്പോർട്ടിലെ നടപടികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. മിഷൻ സമുദ്ര പോലെയുള്ള വലിയ പദ്ധതികൾക്ക് കാണിക്കുന്ന തിടുക്കത്തേക്കാൾ 10 മടങ്ങ് ആർജവവും താല്പര്യവും ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ സർക്കാർ കാണിക്കണമെന്ന് കേരള ലത്തീൻ മെത്രാൻ സമിതിയും അതുപോലെ കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ സമ്മേളിച്ച സംഗമത്തിൽ ഒരുമിച്ച് ഏകകണ്ഠേന അഭിപ്രായപ്പെടുകയുണ്ടായി. ഫാദർ, ഇത് പരാമർശങ്ങളൊന്നും നടത്താതിരിക്കുമ്പോൾ ഇത് എത്രത്തോളം നടപ്പിലാക്കും എന്ന് ഒരു ആശങ്ക ഉയരുന്ന സാഹചര്യമുണ്ടോ? കാരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്. അന്ന് ഇത് കുറേ നടപ്പാക്കിയെന്ന് അന്നത്തെ സർക്കാർ അവസാന നിമിഷം പറയുകയുണ്ടായി. കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ ഇത് പ്രാവർത്തികമാക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇത് കഴിഞ്ഞ കാലത്തെ സർക്കാരിൻ്റെ റിപ്പോർട്ടാണ്. തീർച്ചയായും ഇത് നടപ്പിലാക്കുമെന്നാണ് നമ്മളുടെ വിശ്വാസവും പ്രതീക്ഷയും. ഇതിനകം തന്നെ മുഖ്യമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെയും കണ്ട് അതിനകത്തുള്ള ഓരോ നിർദ്ദേശങ്ങളും ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് മുൻഗണനാക്രമത്തിൽ സഭയുടെ KRLCCയുടെ പ്രതിനിധി സംഘം ഉത്തരവാദിത്തപ്പെട്ടവരെ കാണുകയും അത് നടപ്പിലാക്കണമെന്ന് ഉടൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. നടപ്പിലാക്കുമെന്നുള്ള ഒരു പൊതു വാഗ്ദാനം നൽകുകയും എപ്പോൾ, എങ്ങനെ, ഏതൊക്കെ പദ്ധതി എന്ന് കൃത്യമായി ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ
ഇതിലെ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർക്കുകയും അത് നടപ്പിലാക്കുവാനുള്ള ഒരു സമയബന്ധിതമായി അത് നടപ്പിലാക്കുവാനുള്ള ആർജവം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകണം. പ്രത്യേകിച്ച് 100 ദിന കർമ്മ പദ്ധതി ഉൾപ്പെടുത്തണം എന്നാണ് നമ്മുടെ പ്രത്യേകമായ ഒരാവശ്യം. ഈ അസംബ്ലിയിൽ, ജനറൽ അസംബ്ലിയിൽ ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല, കേരളത്തിന്റെ പൊതു സമൂഹത്തെ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളെ ബാധിക്കുന്ന പല കാര്യങ്ങളിലും ഗഹനമായ വിലയിരുത്തലുകളും നിലപാടുകളും എടുത്തു. പ്രത്യേകിച്ച് മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ട് പുതിയ ഗവൺമെന്റ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി 10 മിനിറ്റ് കൊണ്ട് അത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. നമുക്കറിയാം അത് 10 മിനിറ്റ് അല്ല, എങ്കിലും അടിയന്തരമായി നടപ്പിലാക്കുവാനുള്ള ആർജവം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന്, പുതിയ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് നിലവിലുള്ള വഖഫ് ബോർഡ്, സർക്കാരിന്റെ തന്നെ നയങ്ങൾക്കും തീരുമാനങ്ങൾക്കും എതിരായി നിലപാടുകൾ എടുക്കുന്ന വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുവാൻ, സർക്കാരിന്റെ കീഴിലുള്ള ഈ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുവാൻ സർക്കാർ സത്വരമായി ഇടപെടണം. ഒരുപക്ഷെ ഇപ്പോഴുള്ള ബോർഡ് മുൻ ഗവൺമെന്റ് നിശ്ചയിച്ച ഗവൺമെന്റ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഇംഗിതങ്ങൾക്ക്, നയങ്ങൾക്കൊത്ത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിനെ പിരിച്ചുവിടണം. സർക്കാർ എടുക്കുന്ന നയങ്ങൾക്ക് വിരുദ്ധമായി നിയമ സംവിധാനങ്ങളിൽ നിലപാടെടുക്കുകയും തീരുമാനങ്ങൾ ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇപ്പോഴത്തെ വഖഫ് ബോർഡിന്റെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളോടുകൂടിയ ഇടപെടലുകളാണ്. അതുകൊണ്ട് ഈ അസംബ്ലിയിൽ അതിനെപ്പറ്റി വിശദമായി ചർച്ച ചെയ്യുകയും സർക്കാർ ഈ വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുവാൻ പരിശ്രമിക്കണം, ഇടപെടണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിനെ പിരിച്ചുവിട്ടുകൊണ്ട് സർക്കാർ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് നീതിയും ന്യായവും നടപ്പിലാക്കുവാൻ ഈ വഖഫ് ബോർഡ് സന്നദ്ധമാകുന്നില്ലെങ്കിൽ, അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ സർക്കാരിന്റെ നയങ്ങളെ തുരങ്കം വയ്ക്കുന്നുവെങ്കിൽ അതിനെ പിരിച്ചുവിടുവാനുള്ള ആർജവം കാണിക്കുകയും പുതിയ ബോർഡിനെ നിയമിക്കുകയും അതുവഴി ഈ മുനമ്പത്തെ ജനതയ്ക്ക്, 600-ലധികം കുടുംബങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ട, അവരുടെ ഇത്രയും വർഷം വൈകി എന്ന് പറയുമ്പോൾ അവർ ജനതയുടെ സ്വപ്നങ്ങളാണ് അവിടെ കരിഞ്ഞു പോകുന്നത്. അവിടുത്തെ തലമുറയുടെ ഭാവിയാണ് കരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇനിയും വൈകിപ്പിക്കാതെ ഗവൺമെന്റ് ഇടപെടുകയും അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ നിയമപരമായും ഭരണഘടനാപരമായും ഇടപെടണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുകയുണ്ടായി. മറ്റൊന്ന് സൂചിപ്പിച്ചു, തീരദേശ മേഖലയുടെ കേരളത്തെ മറ്റൊരു സിംഗപ്പൂർ ആക്കണമെന്നുള്ള വലിയ സ്വപ്നങ്ങളുമൊക്കെയായിട്ട് വികസനത്തിന് എല്ലാ കാലത്തും സഹകരിച്ചിട്ടുള്ള ഒരു ജനവിഭാഗമാണ് തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് ലത്തീൻ സമൂഹം. പക്ഷേ തീരദേശ മേഖലയിൽ ഉണ്ടാകുന്ന ഏത് നൂതന സംരംഭവും അവിടെ ക്രൈസ്തവർ മാത്രമല്ല, പല എല്ലാവരും ഉണ്ട്. തീരദേശത്തുള്ള ജനതയെ വിശ്വാസത്തിലെടുക്കുകയും പദ്ധതിയുടെ വിശദ വിവരങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് വേണം ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ. ബഡ്ജറ്റിൽ പറയുകയുണ്ടായി, മിഷൻ സമുദ്രയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തൊഴിലവസരങ്ങളുടെ 1/3 തീരദേശ ജനതയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമെന്ന്. വാഗ്ദാനങ്ങൾ മാത്രമാകാതെ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുവാനും അത് രേഖയിലാക്കുവാനും അത് നടപ്പിലാക്കുവാൻ വേണ്ടി കൂടി ശ്രദ്ധയുണ്ടാകണമെന്ന് പറയുകയുണ്ടായി. മറ്റൊന്ന്, ഈ ബ്ലൂ ഇക്കോണമിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് തീരദേശ മേഖല കേന്ദ്രീകരിച്ച്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതിന്റെ പഠന സംഘങ്ങളിൽ മത്സ്യത്തൊഴിലാളികളെയും തീരദേശത്ത് വസിക്കുന്ന ഈ മേഖലയിൽ പരിണതപ്രജ്ഞരായ തീരത്തിന്റെ ഭാവഭേദങ്ങളെ പറ്റിയൊക്കെ അറിവുള്ളവരെ ഉൾപ്പെടുത്തി ഈ പഠന സംഘത്തിൽ ഉൾപ്പെടുത്തുകയും അവരുടെ കൂടി നിലപാടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ KRLCC ജനറൽ അസംബ്ലി ആവശ്യപ്പെട്ടു. മറ്റൊന്ന്, മുതലപ്പൊഴി. ദീർഘനാളുകളായി ഈ മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയായി മാറിയിരിക്കുകയാണ്. 100 കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്ത ഒരു മരണപ്പൊഴി. ഈ മുതലപ്പൊഴിയുടെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി CWPRS, പൂനെ ആസ്ഥാനമായുള്ള CWPRS സർക്കാർ ചുമതലപ്പെടുത്തി. അതിന്റെ റിപ്പോർട്ട് ഇതുവരെയും ഒരു മനുഷ്യനെ ഈ തീരദേശ ജനതയ്ക്ക് പുറത്തുവിടുന്നില്ല. ആ റിപ്പോർട്ട് പുറത്തുവിടണം. അതുമായി ബന്ധപ്പെട്ട് കൂടിയാലോചനയിൽ തീരദേശത്തുള്ള മുതലപ്പുഴ പ്രദേശത്തുള്ള തീരദേശത്തെ വസിക്കുന്ന അവിടുത്തെ പ്രതിസന്ധികൾ, അവിടുത്തെ ആകുലതകൾ അനുഭവിക്കുന്ന ജനത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ CWPRSന്റെ റിപ്പോർട്ട് പങ്കുവയ്ക്കുവാൻ കൂടിയാലോചന നടത്തുവാൻ സർക്കാർ സന്നദ്ധമാകണം. അത് മറ്റൊരു നിർദ്ദേശമായിരുന്നു. മറ്റൊന്ന്, ദളിത് ക്രൈസ്തവരുമായി ബന്ധപ്പെട്ടാണ്. ദളിത് ക്രൈസ്തവർക്ക് ഭരണഘടനാപരമായ അവകാശം ലഭിക്കുവാൻ കേരള സർക്കാർ പ്രമേയം പാസ്സാക്കണം. അടുത്ത് തെലങ്കാനയിൽ അവിടുത്തെ സംസ്ഥാന സർക്കാർ ഇപ്രകാരം ഒരു പ്രമേയം പാസ്സാക്കുകയും അതുവഴി ദളിത് വിഭാഗത്തിന് ഭരണഘടനാപരമായ പല അവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടുകയുണ്ടായി. ഇപ്രകാരമുള്ള നല്ല മാതൃകകൾ അനുകരിക്കുവാൻ നീതി നിഷേധിക്കപ്പെട്ട, അവസര സമത്വം നിഷേധിക്കപ്പെട്ട, നിസ്വരും നിരാലംബരുമായ ജനതയ്ക്ക് വേണ്ടി ഈ സർക്കാർ ഇടപെടണമെന്ന് കൂടി ഈ യോഗം ആവശ്യപ്പെടുകയുണ്ടായി. മറ്റൊന്ന്, സർക്കാരിന്റെ ഈ ലഹരിക്കെതിരെയുള്ള മുന്നേറ്റം, ഓപ്പറേഷൻ തൂഫാൻ വളരെ അധികം അഭിനന്ദിക്കുകയും സർക്കാരിന് എല്ലാവിധ പിന്തുണയും ഈ കാര്യത്തിൽ നേരുകയും ചെയ്യുന്നു. കാരണം ലഹരി എന്ന വിപത്തിനെ ഈ സമൂഹത്തിൽ തുടച്ചു മാറ്റുവാൻ ഭരണ സംവിധാനത്തോടൊപ്പം ആഭ്യന്തര വകുപ്പിനോടൊപ്പം
കേരള സഭയുടെ, ലത്തീൻ സഭയുടെ എല്ലാ സംവിധാനങ്ങളും സംഘടനകളും ഇതിനോട് സഹകരിക്കുകയും ലഹരി എന്ന വിപത്തിനെതിരെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ അതിനുവേണ്ടിയുള്ള വാഗ്ദാനം നൽകുകയും ചെയ്യുണ്ടായി. അതോടൊപ്പം ഈ ലഹരിയെ തുടച്ചു മാറ്റുവാൻ ഒരു ഭാഗത്ത് പരിശ്രമം നടത്തുമ്പോഴും വീര്യം കുറഞ്ഞ ലഹരി എന്ന രീതിയിൽ മദ്യം വ്യാപകമാക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങണമെന്നും KRLCCയുടെ 47ാമത് ജനറൽ അസംബ്ലി ആവശ്യപ്പെടുകയുണ്ടായി. ഇപ്രകാരം പൊതുവായി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ സർക്കാർ കുറച്ചുകൂടി ആർജവം കാണിക്കണമെന്ന് ഈ KRLCC ജനറൽ അസംബ്ലി ഈ പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചു.